ലോഗോസ് ക്വിസ് 2025 എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം. ഇന്ന് വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 17-18 അധ്യായത്തിലെ ചോദ്യവും ഉത്തരവുമാണ് കേൾക്കുന്നത്. 17-18 അധ്യായത്തിൽ യേശു ശിഷ്യർക്ക് ഉപദേശം കൊടുക്കുന്നത് 10 കുശേഷത്തിലെ പഠനഭാഗത്തെ ആദ്യ തലക്കെട്ട് എന്താണ്? ഉത്തരം ശിഷ്യർക്ക് ഉപദേശങ്ങൾ. ചോദ്യം 2. ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന യേശു അതിന് കാരണക്കായി തീരുന്നവർക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? ഉത്തരം ദുരിതമെന്ന്. ചോദ്യം 3. ക്രിസ്തു ശിഷ്യ ശ്രദ്ധയുള്ളവരായിരിക്കാൻ ഓർമ്മിപ്പിക്കുന്ന കർത്താവായ യേശു നമ്മുടെ സഹോദരൻ തെറ്റ് ചെയ്താൽ ചെയ്യണമെന്ന് പറയുന്നത്? ഉത്തരം ശാസിക്കണമെന്ന്. ചോദ്യം 4. സഹോദരന് തെറ്റ് ചെയ്താൽ ശാസിക്കാനും പശ്ചാത്തപിച്ചാൽ ക്ഷമിക്കാനും നമ്മെ പഠിപ്പിക്കുന്ന യേശു ദിവസവും എത്ര പ്രാവശ്യം പാപം ചെയ്താലും ക്ഷമിക്കണമെന്നാണ് പറയുന്നത്? ഉത്തരം 7 പ്രാവശ്യം. ചോദ്യം 5. വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അപ്പസ്തോലന്മാരെ പ്രചോദിപ്പിക്കുന്ന കർത്താവ് തുടർന്നരുളി ചെയ്യുന്ന ഉപമ? ഉത്തരം പ്രയോജനമില്ലാത്ത ദാസന്റെ ഉപമ. ചോദ്യം 6. ഒരു ദൂതൻ ഉഴുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നിങ്ങളിൽ ആരെങ്കിലും ചോദിക്കുമോ എന്ന് യേശു പറയുന്നത്? ഉത്തരം ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക. ചോദ്യം 7. കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് യജമാനൻ പറയുമോ എന്ന് യേശു ചോദിക്കുന്നത് എന്താണ്? ഉത്തരം നന്ദി. ചോദ്യം 8. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു ഏത് പ്രദേശങ്ങൾക്കും മധ്യേയാണ് കടന്നു പോവുകയായിരുന്നത്? ഉത്തരം സമറിയയ്ക്കും ഗലീലിയയ്ക്കും മധ്യേ. ചോദ്യം 9. കൃതജ്ഞത അർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നിപ്പറയാൻ ലൂക്ക നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന സംഭവം? ഉത്തരം 10 കുഷ്ഠരോഗികളുടെ സൗഖ്യം. ചോദ്യം 10. യേശുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാർക്ക് തങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കാനുള്ള യാത്രയിൽ സൗഖ്യം ലഭിച്ച 10 കുഷ്ഠരോഗികൾ എത്ര പേരാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നത്? ഉത്തരം ഒരുവൻ. ചോദ്യം 11. ദൈവത്തിൽ നിന്ന് കൃപ സ്വീകരിക്കുന്ന നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണമെന്ന് ഉത്ബോധിപ്പിക്കുന്ന യേശു തുടർന്ന് ഉന്നയിക്കുന്ന ചോദ്യങ്ങളിൽ മൂന്നാമത്തേത്? ഉത്തരം ഈ വിജാതീനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? ചോദ്യം 12. വിശുദ്ധ ലൂക്കായുടെ 17-ാം അധ്യായത്തിലെ 2ാമത്തെ തലക്കെട്ട്? ഉത്തരം 10 കുഷ്ഠരോഗികൾ. ചോദ്യം 13. പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടിയല്ല വരുന്നതെന്ന് യേശു സൂചിപ്പിക്കുന്നത്? ഉത്തരം ദൈവരാജ്യം. ചോദ്യം 14. മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് യേശു സംസാരിക്കുന്നത് ആരോടാണ്? ഉത്തരം ശിഷ്യന്മാരോട്. ചോദ്യം 15. ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് പോലെ അതാ അവിടെ ഇതാ ഇവിടെ എന്ന് ശിഷ്യരോട് ചിലർ പറയുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും? ഉത്തരം മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച്. ചോദ്യം 16. മനുഷ്യപുത്രൻ തൻ്റെ ആഗമനത്തിന് മുമ്പ് ആദ്യമേ വളരെയധികം കഷ്ടതകൾ സഹിക്കുന്നതോടൊപ്പം ആരാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറയുന്നത്? ഉത്തരം ഈ തലമുറയാൽ. ചോദ്യം 17. നോഹിൻ്റെ നാളുകളിൽ ജനങ്ങൾ കഴിഞ്ഞിരുന്നത് എപ്രകാരമെന്നാണ് യേശുനാഥൻ പറയുന്നത്? ഉത്തരം തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും. ചോദ്യം 18. ലോത്ത് ഏത് സ്ഥലത്തു നിന്നുമാണ് ഓടിപ്പോയത്? ഉത്തരം സോദോം. ചോദ്യം 19. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ എവിടെയായിരിക്കുന്നവനോടാണ് പിന്നിലുള്ളവയിലേക്ക് തിരിയരുതെന്ന് യേശു താക്കീത് ചെയ്യുന്നത്? ഉത്തരം വയലിൽ. ചോദ്യം 20. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ട കാര്യം ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്ന മനുഷ്യപുത്രൻ ജീവനുമായി ബന്ധപ്പെട്ട് ശിഷ്യർക്ക് നൽകുന്ന ഉത്ബോധനം എന്താണ്? ഉത്തരം തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കാൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് അത് നിലനിർത്തും. ചോദ്യം 21. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിൽ രാത്രിയിൽ ഒരു കട്ടിലിൽ ആയിരിക്കുന്ന 2 പേരിൽ ഒരാൾ എടുക്കപ്പെടുകയും മറ്റേയാൾ അവശേഷിക്കുകയും ചെയ്യുന്ന കാര്യം പറയുന്ന യേശു തുടർന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കുന്ന 2 സ്ത്രീകളെക്കുറിച്ച്. ചോദ്യം 22.
മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിനു ശേഷം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത്. ഉത്തരം: കർത്താവേ, എവിടേക്ക്? ചോദ്യം 23. ലൂക്കാ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? ഉത്തരം: 35. ചോദ്യം 24. ദൈവരാജ്യം എന്ന പദം ലൂക്കാ സുവിശേഷകൻ 17-ാം അധ്യായത്തിൽ എത്ര തവണ രേഖപ്പെടുത്തുന്നു? ഉത്തരം: 3 തവണ. ചോദ്യം 25. അധ്യായം 18 നിന്നാണ്. ചോദ്യം 25. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അരുളി ചെയ്യുന്ന ഉപമയേത്? ഉത്തരം: ന്യായാധിപനും വിധവയും. ചോദ്യം 26. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ന്യായാധിപനോട് വിധവ അപേക്ഷിച്ചതെന്തായിരുന്നു? ഉത്തരം: എതിരാളിക്കെതിരെ തനിക്ക് നീതി നടത്തി തരണമെന്ന്. ചോദ്യം 27. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്തവനെന്ന് സ്വയം വിലയിരുത്തുന്ന ന്യായാധിപൻ വിധവയ്ക്ക് നീതി നടത്തി കൊടുക്കുമെന്ന് പറയുന്നതിനുള്ള 2 കാരണങ്ങൾ. ഉത്തരം: 1. വിധവ ശല്യപ്പെടുത്തുന്നതുകൊണ്ട്. 2. കൂടെ വന്ന് അസഹ്യപ്പെടുത്താൻ സാധ്യതയുള്ളതിനാൽ. ചോദ്യം 28. രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ എന്ന് ചോദിക്കുന്ന യേശു തുടർന്നു ഉന്നയിക്കുന്നത്. ഉത്തരം: അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? ചോദ്യം 29. ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമയിൽ യേശു ഉന്നയിക്കുന്ന അവസാന ചോദ്യം. ഉത്തരം: എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ചോദ്യം 30. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിൽ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയത് എപ്രകാരമാണ്? ഉത്തരം: പോയത് എത്ര പേരാണ്? ഉത്തരം: 2 പേർ. ചോദ്യം 31. ദൈവത്തിൻ്റെ മുൻപിൽ തന്നെ സാധൂകരിക്കുന്ന ഫരിസേയൻ താൻ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ഉപവസിക്കുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്? ഉത്തരം: 2 പ്രാവശ്യം. ചോദ്യം 32. ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ടുള്ള ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? ഉത്തരം: ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ചോദ്യം 33. ശിശുക്കളെ പോലെയുള്ളവർക്ക് യേശുവിൻ്റെ വാഗ്ദാനം എന്താണ്? ഉത്തരം: ദൈവരാജ്യം. ചോദ്യം 34. ശിശുക്കൾ തൻ്റെ അടുത്ത് വരാൻ അനുവദിക്കണമെന്നും അവരെ തടയരുതെന്നും യേശു പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: ദൈവരാജ്യം ശിശുക്കളെ പോലെയുള്ളവരുടേതായതിനാൽ. ചോദ്യം 35. ലൂക്ക 18, 15, 17 വാക്യങ്ങളിലെ പ്രധാന ആശയം എന്താണ്? ഉത്തരം: ശിശുക്കളെ ആശീർവദിക്കുന്നു. ചോദ്യം 36. യേശുവിനെ നല്ലവനായ ഗുരു എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഒരു അധികാരി ചോദിച്ചത് എന്താണ്? ഉത്തരം: നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ചോദ്യം 37. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച അധികാരിയോട് എത്ര പ്രമാണങ്ങളെക്കുറിച്ചാണ് യേശു സൂചിപ്പിക്കുന്നത്? ഉത്തരം: 5. ചോദ്യം 38. നിത്യജീവനെക്കുറിച്ച് ചോദിച്ച അധികാരിയോട് യേശു പറയുന്ന 5 പ്രമാണങ്ങളിൽ അവസാനത്തേത്? ഉത്തരം: പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ചോദ്യം 39. പ്രമാണങ്ങളെല്ലാം ചെറുപ്പം മുതലേ പാലിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന അധികാരിയോട് യേശു ചൂണ്ടിക്കാണിക്കുന്നത് എന്ത്? ഉത്തരം: ഇനിയും അവന് ഒരു കുറവുണ്ടെന്ന്. ചോദ്യം 40. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്ന യേശുവിൻ്റെ നിർദ്ദേശം കേട്ട വലിയ ധനികൻ്റെ മനോഭാവം എന്തായിരുന്നു? ഉത്തരം: വളരെ വ്യസനിച്ചു. ചോദ്യം 41. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണമെന്ന യേശുവിൻ്റെ നിർദ്ദേശം കേട്ട അധികാരി വളരെ വ്യസനിച്ചതിന് കാരണം എന്തായിരുന്നു? ഉത്തരം: വലിയ ധനികനായിരുന്നതിനാൽ. ചോദ്യം 42. ധനവാന്മാരുടെ ദൈവരാജ്യ പ്രവേശനവുമായി ബന്ധപ്പെട്ട യേശുവിൻ്റെ പ്രബോധനം കേട്ടവർ ചോദിച്ചതെന്താണ്? ഉത്തരം: അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? ചോദ്യം 43. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനം കേട്ട ശേഷം ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നതാരാണ്? ഉത്തരം: പത്രോസ്. ചോദ്യം 44. ധനവാനും ദൈവരാജ്യവും എന്ന വിഷയത്തിന് ശേഷം ലൂക്ക വിവരിക്കുന്ന സംഭവം? ഉത്തരം: പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം. ചോദ്യം 45. മനുഷ്യപുത്രനെപ്പറ്റി ആര് വഴി എഴുതപ്പെട്ടെല്ലാം പൂർത്തിയാകുമെന്നാണ് പീഡാനുഭവവും ഉത്ഥാനവും
മൂന്നാം പ്രവചനത്തിൽ യേശു 12 പേരെയും അറിയിക്കുക. ഉത്തരം പ്രവാചകന്മാർ വഴി. ചോദ്യം 46. യേശു അരുളി ചെയ്ത ഏത് കാര്യമാണ് ശിഷ്യന്മാർ ഗ്രഹിച്ചില്ലെന്ന് ലൂക്ക എഴുതുന്നത്? ഉത്തരം പീഡാനുഭവോത്ഥാനവും മൂന്നാം പ്രവചനം. ചോദ്യം 47. ലൂക്കാ സുവിശേഷം 18-ാം അധ്യായത്തിലെ 5-ാമത്തെ തലക്കെട്ട്? ഉത്തരം പീഡാനുഭവോത്ഥാനവും മൂന്നാം പ്രവചനം. ചോദ്യം 48. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു ജെറിക്കോയെ സമീപിച്ചപ്പോൾ വഴിയരികിലിരുന്ന് ഭിക്ഷ അയച്ചിരുന്നത് ആരാണ്? ഉത്തരം ഒരു കുരുടൻ. ചോദ്യം 49. നസ്രായനായ യേശു വഴിയരികിലൂടെ കടന്നു പോകുന്നുവെന്ന് അറിഞ്ഞ കുരുടൻ വിളിച്ചു പറഞ്ഞത് എന്താണ്? ഉത്തരം ദാവീദിന്റെ പുത്രനായ യേശുവെ, എന്നിൽ കനിയണമേ. ചോദ്യം 50. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞ കുരുടനെ സഹായിച്ചപ്പോൾ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഉത്തരം ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ചോദ്യം 51. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന യേശുനാഥന്റെ ചോദ്യത്തിന് കുരുടൻ അവിടുത്തെ മുൻപിൽ സമർപ്പിക്കുന്ന യാചന എന്തായിരുന്നു? ഉത്തരം കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ചോദ്യം 52. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് യേശു ആരോടൊക്കെ അരുളി ചെയ്യുന്നുണ്ട്? ഉത്തരം സമറിയക്കാരനായ കുഷ്ഠരോഗിയോടും വഴിയരികിലിരുന്ന് ഭിക്ഷ അയച്ച കുരുടനോടും. ചോദ്യം 53. ലൂക്കാ സുവിശേഷത്തിലെ 18-ാം അധ്യായം അനുസരിച്ച് തൽക്ഷണം സൗഖ്യം ലഭിച്ചതാർക്കാണ്? ഉത്തരം കുരുടന്. ചോദ്യം 54. അന്ധന് കാഴ്ച ലഭിച്ച അവസരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയതും ദൈവത്തെ സ്തുതിച്ചതും ആരൊക്കെയായിരുന്നു? ഉത്തരം ദൈവത്തെ മഹത്വപ്പെടുത്തിയത് സൗഖ്യം ലഭിച്ച കുരുടൻ, ദൈവത്തെ സ്തുതിച്ചത് എല്ലാവരും. ചോദ്യം 55. ലൂക്കാ സുവിശേഷം മനുഷ്യപുത്രൻ എന്ന പദം 18-ാം അധ്യായത്തിൽ എത്ര തവണ ആവർത്തിക്കുന്നു? ഉത്തരം 2 തവണ. ഇനി 55 ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. താങ്ക് യു.